ആനക്കാമ്പോയിൽ കള്ളാടി മേപ്പാട് തുരങ്കപാതയ്ക്ക് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അന്തിമ അനുമതി. 2134 കോടി രൂപ ചെലവ് വരുന്ന പാതയുടെ നിർമ്മാണം ജൂലൈ അവസാനത്തോടെ ആരംഭിക്കും. നിർമ്മാണോദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കുമെന്ന് MLA ലിൻഡോ ജോസഫ് വ്യക്തമാക്കി. വയനാട്, കോഴിക്കോട് ജില്ലകളിലുള്ളവരുടെ ഏറെ നാളത്തെ കാത്തിരിപ്പാണ് ഇതോടെ സഫലമാകുന്നത്. താമരശ്ശേരി ചുരത്തിന് സമാന്തരമായി നിർമ്മിക്കുന്ന 4 വരി തുരങ്കപാതയ്ക്കാണ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം അന്തിമ അനുമതി നൽകിയിരിക്കുന്നത്. മെയ് 14-15 തീയതികളിൽ ചേർന്ന കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ യോഗത്തിൽ നമുക്ക് അന്തിമാനുമതി നൽകുന്നതിനുള്ള ശുപാർശകൾ നേരത്തെ നൽകിയിരുന്നു. അതിന്റെ ഭാഗമായിട്ടുള്ള അന്തിമമായ ഉത്തരവ് എൻവയോൺമെന്റൽ ക്ലിയറൻസ് EC നമുക്ക് ലഭ്യമായിരിക്കുകയാണ്. മെയ് 14-15 തീയതികളിൽ നടന്ന കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ യോഗത്തിൽ തുരങ്കപാതയുടെ നിർമ്മാണം വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് നടപ്പിലാക്കാൻ വിദഗ്ധ സമിതി ശുപാർശ ചെയ്തിരുന്നു. ഈ നിർദ്ദേശങ്ങൾ അന്തിമമായി അംഗീകരിക്കേണ്ട സംസ്ഥാന പരിസ്ഥിതി ആഘാത വിലയിരുത്തൽ അതോറിറ്റി അംഗങ്ങളുടെ കാലാവധി അവസാനിച്ചതോടെയാണ് പദ്ധതി കേന്ദ്ര വിദഗ്ധ സമിതിയുടെ പരിഗണനയ്ക്ക് വിട്ടത്. സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ്, കിഫ്ബിയും കൊങ്കൺ റെയിൽവേയുമായി ത്രികക്ഷി കരാറിൽ ഏർപ്പെട്ടാണ് തുരങ്കപാതയുടെ നിർമ്മാണം നടത്തുന്നത്. പദ്ധതിക്കായി കോഴിക്കോട് ജില്ലയിൽ 8.025 ഹെക്ടർ സ്വകാര്യ ഭൂമിയും വയനാട്ടിൽ 8.12 ഹെക്ടർ ഭൂമിയും പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുത്ത് കൈമാറിയിരുന്നു. വയനാട്, കോഴിക്കോട് ജില്ലകളിൽ നിന്നായി 90% ഭൂമിയും ഏറ്റെടുത്തു കഴിഞ്ഞു. ന്യൂസ് മലയാളം, കോഴിക്കോട്.